എല്ലാവർക്കും നമസ്കാരം. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞാനൊരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആതുര സേവന രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും സ്വന്തമായി ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തും താമസിച്ചിരുന്ന എല്ലാ രാജ്യങ്ങളിലും കരുണ ചാരിറ്റീസ് എന്നൊരു ആതുര സേവന സ്ഥാപനം തുടങ്ങുകയും അതിനുവേണ്ടി ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെയും ഓർഫൻസിനെയൊക്കെ സഹായിച്ച ലേഖ ശ്രീനിവാസൻ, ലേഖ ആൻറ്റി നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നിപ്പോൾ കുറച്ച് ദിവസങ്ങളായിരിക്കുന്നു. ഇന്നൊരു അനുസ്മരണ ചടങ്ങാണ്. അതിലേക്ക് ഞാൻ എല്ലാ പേരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗൗരി പാർവതി ബായി, ഗൗരി അശ്വതി തിരുനാൾ തമ്പുരാട്ടി, TV ശ്രീനിവാസൻ സാറിൻ്റെ വൈഫായിരുന്നു ലേഖ ശ്രീനിവാസൻ. ലൈവ് സ്ട്രീമിങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ സൈലന്റ് പ്രയർ എൻ്റെ പാട്ട് പാടിക്കൂടെ ആളുകളൊക്കെ ഉണ്ട്. നല്ല വീടിക്ക് താഴെ മൈക്ക് കൊണ്ട് കൊടുത്തൂടെ? എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു. നമസ്കാരം. കരുണ ചാരിറ്റീസ് സംഘടിപ്പിക്കുന്ന ഒരു അനുസ്മരണ ചടങ്ങാണിത്. നമുക്ക് ഏവർക്കും അറിയാം, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഒരുപാട് മനസ്സിന് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ലേഖ ആൻറ്റി നമ്മളെ വിട്ടുപോയി. പക്ഷേ ലേഖ ആൻറ്റി ഉള്ളതുപോലെ തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തോന്നുന്നത്. ആൻറ്റി കണ്ടുകൊണ്ടിരിക്കുന്നു, ആൻറ്റിക്ക് വേണ്ടി ചെയ്യുന്നു. അതങ്ങനെ ചെയ്തില്ലെങ്കിൽ ആൻറ്റി അത് പെർഫെക്ഷനിസ്റ്റാണ്. അപ്പം അത് പെർഫെക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത് തന്നെയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലെ വിചാരം. ലേഖ ആൻറ്റിയുടെ അനുസ്മരണ ചടങ്ങിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി വേദിയിലേക്ക് ഹെർഹൈനസ് പാർവതി തമ്പുരാട്ടിയും ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിയും ഗൗരി പാർവതി ബായി തമ്പുരാട്ടിയും ക്ഷണിക്കുന്നു. ഇല്ല, അതുപോലെ TV ശ്രീനിവാസൻ സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
Karuna Charities Secretary, Srimati Usha. ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ഈ ദിവസം തുടങ്ങാം. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. ഞങ്ങളൊരു മൗന പ്രാർത്ഥനയെ വിചാരിച്ചിരുന്നുള്ളൂ. അപ്പോൾ പ്രിൻസസ് പറയുമായിരുന്നു, ലേഖ പാട്ട് ആഗ്രഹിക്കും, അതുകൊണ്ട് ഒരു പാട്ട് പാടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് നമ്മളതിനെ ഇങ്ങനെയാക്കിയത്. ഞാൻ ആദ്യമായിട്ട് ലേഖ ആൻറ്റിയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആതുര സേവന രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു, എന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ കൈപിടിച്ചു കൊണ്ടുവന്ന് ഒരു വഴി വെട്ടിത്തന്ന് ഇതുവഴി സഞ്ചരിക്കൂ, ഇതാണ് നല്ലതെന്ന് പറഞ്ഞു തന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ലേഖ ആൻറ്റി കാരണം മാത്രമാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അത് മാത്രമാണ് എല്ലാവർക്കും നമസ്കാരം. പാവാടപ്രായം തൊട്ട് ലേഖയും ഗീതയും എനിക്ക് പരിചയമുണ്ടായിരുന്നു. കൊച്ചു കുട്ടികളായിട്ട് ഞങ്ങളെല്ലാവരും അന്ന് ഒരുമാതിരി കൊച്ചു കുട്ടികളായിരുന്നിരിക്കും. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവർ വരുന്നതും ഇതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഗീത ഉണ്ണിയെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ആ ബന്ധം കുറച്ചുകൂടെ അടുത്ത് വന്നു. പിന്നെ ഗോപിക ഞങ്ങളുടെ കുടുംബത്തിൽ വന്നപ്പോൾ അത് പിന്നെയും കുറച്ചുകൂടെ അടുത്ത് വന്നു. അങ്ങനെ വളരെ വർഷത്തെ പരിചയങ്ങളും ഓർമ്മകളുമാണ് ഇന്ന് മനസ്സിൽ തട്ടി നിൽക്കുന്നത്. ലേഖ നമ്മൾ ഓർക്കുമ്പോൾ I was just saying we should celebrate her life because she was a person who deserved to be celebrated. നമ്മൾ ഒരാളുടെ വേർപാടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരെ കാണുന്നില്ലല്ലോ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അവരെ ഒരു പങ്ക് കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നമുക്ക് വിഷമം കാണും, വേദന കാണും. ആ ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് അതിൻ്റെ കൂടെ ചേർന്ന് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ ലേഖ ഓർക്കുമ്പോൾ ഐ എം തിങ്കിങ് ഓഫ് കളർ, ഐ എം തിങ്കിങ് ഓഫ് her capacity, her artistic capacity. I'm thinking of her love for dance. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇറ്റ്സ് ഓൾ വെരി ബ്രൈറ്റ്. തീർച്ചയായിട്ടും വളരെ കഴിവുകളുള്ള ഒരാളായിരുന്നു ലേഖ.
Mr. Sreenivasan may not know it. പക്ഷേ ആദ്യത്തെ പോസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ ആ കാലത്ത് ഒരു ദിവസം ലേഖ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. ഐ തിങ്ക് ന്യൂയോർക്ക് വെച്ചാണെന്ന് തോന്നുന്നു. ഷീസഡ് ഈ ബാക്കി ഓരോ ഡിപ്ലോമാറ്റ്സിൻ്റെ ഭാര്യമാർ വലിയ PhD യൂണിവേഴ്സിറ്റി ഡിഗ്രീസും ഒക്കെ എടുത്തുകൊണ്ട് വരുമ്പം എനിക്കൊരു കോംപ്ലക്സ്, എനിക്ക് അവരുടെ ഒപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലോ. സോ ഐ ടോൾഡ് ഹർ, യൂണിവേഴ്സിറ്റി ഡിഗ്രി മാത്രമല്ല ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ലേഖയ്ക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, കൈകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും. ആൻഡ് ഹൗ ബ്യൂട്ടിഫുള്ളി യു ഹാവ് റിസൺ ടു ദി ഒക്കേഷൻ. സോ ഡോണ്ട് ഇൻ എനി വേ തിങ്ക് യു ആർ ലെസ്സർ ദാൻ ദോസ് അതർ ഡിപ്ലോമാറ്റിക് വൈഫ്സ്. ഐ റിമെമ്പർ ടോക്കിംഗ് ടു ഹർ. അത് നല്ല ഓർമ്മയുണ്ട്. ന്യൂയോർക്ക് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഉണ്ടായത്. ഷീ മെയ്ഡ് ദി വേൾഡ് ഹെർ സ്റ്റേജ്. എവിടെ പോയാലും ലേഖ എന്നൊരു വ്യക്തിത്വം, ഒരു മുദ്ര പതിക്കാൻ സാധിച്ചു. എനിക്കിതാ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫ്രണ്ട്സ് ഇൻ വിയന്ന അവരെഴുതിയിരുന്നു, ഞങ്ങൾ മാർച്ചിൽ വരുന്നുണ്ട്, ദേ ആർ കമ്മിങ് ടു സ്റ്റേ വിത്ത് മീ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ലേഖയും ശ്രീനിവാസനെയും കാണണം. അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയിച്ചത്. അവർക്ക് വലിയ വിഷമമായി. അപ്പോൾ എവിടെ പോയാലും ഒരു മുദ്ര പതിപ്പിക്കാനായിട്ട് ലേഖയ്ക്ക് കഴിവുണ്ടായിരുന്നു. ലേഖ പറഞ്ഞിട്ട് SAT ഹോസ്പിറ്റലിൻ്റെ അവിടെ ഒരു ഫിഗർ ഉണ്ടല്ലോ, അതിനെന്താ പറയുക, ഒരു അമ്മയും കുഞ്ഞും, അതിൻ്റെ അവിടെ നിന്ന് കഞ്ഞി കൊടുത്തിട്ടുണ്ട്, കഞ്ഞി വിളമ്പി കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും ലേഖ വിളിക്കുന്നിടത്തൊക്കെ നിവൃത്തിയുള്ളിടത്തെല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ ചെറിയ രീതിയിൽ സഹകരിക്കാൻ സാധിച്ചിട്ടുള്ള മാതിരി ചെയ്തിട്ടുമുണ്ട്. ഞാൻ അവസാനമായിട്ട് ലേഖ കാണുന്ന നവരാത്രി സമയത്താണ്. അന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. ഏതോ ഒരു വീട്ടിൽ കൊലൂനൊക്കെ പോയി, കൊലൂനെല്ലാം പോയിട്ട് അന്ന് വലിയ സന്തോഷത്തിൽ കാറിലിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. ഞാൻ പറഞ്ഞു ലേഖ അവിടെ ഇരിക്കൂ. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് പ്രിൻസസിൻ്റെ കൂടെ ഒന്ന് ഡാൻസ് കളിക്കണമെന്ന്. നമ്മുടെ ശരിയാ ലേഖ, നമ്മളിപ്പോൾ പാകമാണ് ഡാൻസ് കളിക്കാൻ, ഈ പ്രായത്തിലാണ് നമ്മൾ കളിക്കേണ്ടത്. എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം വളരെ ഉണ്ടായിരുന്നു. സോ ഐ ടോൾഡ് സാരമില്ല, വിമൻസ് കോളേജിൽ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവിടെ കളിക്കാൻ ഒക്കില്ല. സാരമില്ല, നമുക്ക് വിമൻസ് ക്ലബിൽ എന്തെങ്കിലും ചെയ്യാം, വലിയ അനങ്ങാത്ത ഒരു ടാബ്ലോ മാതിരി എന്തെങ്കിലും നമുക്കൊന്ന് ചെയ്യാം. എന്നിട്ട് അന്ന് ലേഖ എൻ്റെ അടുത്ത് ഒടുവിൽ പറഞ്ഞത്, അന്ന് എൻ്റെ അടുത്തൊരു ഗണപതിയെ ചെയ്തു തരണമെന്ന് പറഞ്ഞില്ലേ, ചെമ്പിലൊരു ഗണപതിയെ, അത് ഞാൻ ചെയ്തു തരാം, കുറച്ചൊന്ന് ആരോഗ്യം ശരിയാവട്ടെ. പക്ഷെ അന്ന് വലിയ സന്തോഷത്തിലായിരുന്നു. എവിടെയൊക്കെയോ പോയിട്ട് അങ്ങനെ ചിരിച്ച നിറഞ്ഞ മനസ്സോടെ ആണ് അന്ന് ഞാൻ കണ്ടത്. ആ ഓർമ്മ എന്നും മനസ്സിലിരിക്കും. We are all in the same boat today because we are all missing her, but we are also happy that we had a chance to know her, to interact with her, and to be called her friends. Wherever she is, Anjitha Parnamari, I'm sure she is looking down on us, and if we don't do things right, she will find some way of pulling us up. God keep her safe, and God bless you all. താങ്ക് യു പ്രിൻസസ്. അടുത്ത നമ്മുടെ പാട്രൺ കൂടിയാണ് ഹെർ ഹൈനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായി തമ്പുരാട്ടിയെ ഞാൻ ക്ഷണിക്കുന്നു. നമസ്കാരം. എപ്പോഴും ഒരേ ഫാമിലിയിൽ നിന്ന് രണ്ടുപേര് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ആൾക്കാണ് ഗോൾ. തീർച്ചയായിട്ടും മോറലെസ് ദ സെയിം തിങ്സ് ആണ് രണ്ടുപേരുടെ മനസ്സിലും വരുന്നത്, മോറലെസ്. അപ്പം ഞാൻ ഐ വാസ് സിറ്റിംഗ് ദർ ആൻഡ് വില്ലിംഗ് മൈ സിസ്റ്റർ ടു കം, സ്റ്റോപ്പ്, ലീവ് സംതിങ് ഫോർ മീ. ബട്ട് എനിവേ ഷീ ഹാസ് conveyed many things which എനിക്ക് എൻ്റെ മനസ്സ് മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിൽ. ഫോർ ഇൻസ്റ്റൻസ് ദ പോയിന്റ് ഷീ സെഡ്, ആൻഡ് ശ്രീനിവാസൻ ഓൾസോ സെഡ് ഇറ്റ് when we came in, he used the word celebration. അപ്പോൾ അക്ക പറഞ്ഞു celebration of her life. And that is perhaps the best assessment
that we could really make. ലേഖ ഒക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരുപാട് ഫാമിലി കണക്ഷൻസ് വിത്ത് ലേഖ ആൻഡ് ഗീത. ഓരോ ബന്ധങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ വനജ രാമൻകുട്ടി നായരുമായിട്ട് പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. പിന്നെ ബന്ധങ്ങൾ എല്ലാം വന്നു. അങ്ങനെ ഇന്നും ബന്ധങ്ങൾ തുടരുന്നു. നമ്മുടെ രാധിക കുഞ്ഞ് ഇവിടെയുണ്ട്. ഓഫ്കോഴ്സ് കുഞ്ഞമ്മയാണല്ലോ, പക്ഷെ നമ്മുടെ സൈഡിൽ നിന്ന് രാധിക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടെ എന്ന് പറയാനായിട്ടാണ് തോന്നുന്നത്. ലേഖയെ പറ്റി നിങ്ങളുടെ അടുക്കൽ പ്രത്യേകിച്ചൊന്നും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ ലേഖ അത്ര വൃത്തിയായിട്ട് അറിയാം. എനിക്ക് ലേഖയുമായിട്ട് കൂടുതൽ പെർഹാപ്സ് ഇൻട്രാക്ഷൻ വന്നത് കരുണയിലൂടെയാണ്. നിങ്ങളുടെ കരുണയിലേക്ക് എന്തായിരുന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഷീ വാസ് റിയലി ദ ഹാർട്ട് ആൻഡ് സോൾ. എന്ത് ചെയ്താലും മനസ്സ്. പലപ്പോഴും എന്നെ ഫോൺ ചെയ്ത് പറയും, ഇന്നയാൾ വന്നിട്ടുണ്ട്, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കരുണയിൽ ഇത് കൊടുത്തു, പാലസിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ. ആളുടെ ചിലപ്പോൾ എനിക്ക് കാര്യമായിട്ട് അറിയാൻ പോലും വയ്യായിരിക്കും. ബട്ട് ഐ തിങ്ക് ഷീ കുഡ് നോട്ട് സേ നോ ടു സഫറിങ്. ആരെങ്കിലും ദുഃഖിച്ച് വരുമ്പോൾ അവരുടെ എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ വിഷമമാണ് വിചാരിക്കുക. ആ ഒരു വലിയൊരു ഹൃദയം ഷിഹാൻ. പിന്നെ ലേഖന്റെ വലിയൊരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ശ്രീനിവാസൻ തന്നെ. ഹി വാസ് ഹർ റിയലി വെരി ബിഗ് സപ്പോർട്ട് ഫോർ ഹർ. അപ്പോൾ ശ്രീനിവാസൻ ഉള്ളത് കൊണ്ട് only thing is his personality was so overpowering. എന്നിട്ട് പോലും Lekha was able to stand on her own, not just as Mrs. Sreenivasan but as Lekha. അങ്ങനെ കൂടെ, in spite of his towering personality. അപ്പൊ അങ്ങനെ പക്ഷെ വലിയ ഡിപ്പെൻഡൻസ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ശ്രീനിവാസൻ, വലിയ ഡിപ്പെൻഡൻസ് ഓൺ ഹിം. എനിക്ക് ഒറ്റ പ്രാവശ്യം ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഫസ്റ്റ് പോസ്റ്റിംഗ് IFS കിട്ടിയിട്ട് അവരുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് വാസ് ഇൻ ടോക്കിയോ. എൻ്റെ ഹസ്ബൻഡും ഞാനും വി വെന്റ് ദേർ. ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ലാസ്റ്റ് പോസ്റ്റിംഗ് ഓസ്ട്രിയയിൽ ആയിരുന്നു. അന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നില്ല, ഹി വാസ് ഹിയർ. പക്ഷെ ഐ കെയിം. അവിടെ ഐ വാസ് ആ രണ്ട് പോസ്റ്റിങ്ങിലും അവിടെ അവരുടെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് എവറിഥിങ്. ഓൺലി വൺ ഓൺ ടു ടോക്ക് ഇൻ എ ലൈറ്റർ മാനർ അറ്റ് എ മീറ്റിംഗ് വിച്ച് ഇസ് നോട്ട് ലൈറ്റ്. എന്നാലും ഞാൻ പറഞ്ഞു പോവാണ്, ലേഖയ്ക്ക് ഒരുപാട് ആർട്ടിസ്റ്റിക് കപ്പാസിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ ഷീ ഹാഡ് ഡൺ എ ഒരു പടം, അതിന് നിറച്ചൊരു ഫ്രെയിം എല്ലാം ചെയ്ത് എന്നെ കാണിച്ചു. അപ്പോൾ ശ്രീനിവാസൻ കംസ് ഫ്രം സംവെയർ ആൻഡ് ഹി സീസ് ഇറ്റ്. ഹി സീസ് വാട്ട് ഇസ് ദിസ്? സോ ഷീ സെഡ്, ഞാൻ ഒരു പടം ചെയ്തിരിക്കുകയാണ് പുതിയതായിട്ട്. ആൻഡ് ഹി വാസ് ഹോറിഫൈഡ്. ഹി കെപ്റ്റ് ഓൺ. ഐ തോട്ട് ഹി വാസ് സ്ക്രൂട്ടിനൈസിങ്, ബട്ട് ഹി വാസ് കൗണ്ടിങ്. അത് മുഴുവനും യൂറോ കോയിൻസ് ആണ്, അത് മുഴുവനും. ഹി കാൽക്കുലേറ്റ് ഇതിന്റെ വർത്ത് എത്ര, ഇത്രയും കോയിൻസ് യു ഹാവ് യൂസ്ഡ് ഓൺ എ പടം, ഇത് ഇത്ര രൂപയാണ് ഇത്. സോ ഷീസ്, അതാണ് ഞാൻ കാണിക്കാത്തത് എന്ന് പറഞ്ഞ് പാവം. ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ടായിരുന്ന ഒരു, ഷി വാസ് സച്ച് എ really truly such a lovely person. People always talk good once when somebody has gone. പക്ഷെ നമ്മൾ പോളിറ്റീഷ്യൻസ് ഒന്നും അല്ലല്ലോ ഇങ്ങനെ പറയാനായിട്ട്. നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് തന്നെയാണ് ലേഖയെ പറ്റി പറയുന്നത്. പിന്നെ ഇതിലൊക്കെ പറഞ്ഞു, ലേഖ മുകളിൽ നിന്ന് നോക്കുകയാണ്, എന്തെങ്കിലും ഒരു തെറ്റുകാണെങ്കിൽ ലേഖ is sure to notice. ലേഖ of course should be our continuing inspiration, there is no doubt. പക്ഷെ എൻ്റെ മനസ്സ് ഒരു അല്പം വ്യത്യസ്തമാണ്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്, ഒരു വ്യക്തി നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ, പലരും പറഞ്ഞു അവരെ എങ്ങും പോയിട്ടില്ല, കൂടെയുണ്ട് നിങ്ങളെ നോക്കാനായിട്ട്. ഞങ്ങളുടെ ഫാമിലിയിലും ഒരുപാട് വേർപാടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായവർ വരെ പോയ ഒരുപാട് പേര് പോയി ആ വേർപാട് അനുഭവിച്ചവരാണ്. നിങ്ങളെ പോലെയൊക്കെ പോലെ തന്നെ നിങ്ങളെല്ലാവരും തന്നെ യു ഹാവ് ഓൾ ഗോൺ ത്രൂ ദാറ്റ് വൺ വേ ഓർ ദി അതർ. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നും, പോയി കഴിഞ്ഞാൽ ലെറ്റ് ദാറ്റ് പേഴ്സൺ ഗോ ഇൻ പീസ് ടു വെയർ ഹി ഓർ ഷീ ഈസ്. താഴോട്ട് നോക്കല്ലേ, ഇങ്ങോട്ട് നോക്കല്ലേ. നോക്കുകയാണെങ്കിൽ
വേദനിച്ചാലോ? ആത്മാവിനെ വേദനിക്കാൻ പറ്റുമോ എന്നുള്ളത് വേറെ കാര്യം. ബട്ട് സന്തോഷിക്കാമെങ്കിൽ വേദനിക്കുകയും ചെയ്യാം. രക്ഷിക്കാമെങ്കിൽ ഒരു വികാരമാണ്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ആത്മാവിനെ പിടിച്ചു താഴോട്ട് വലിക്കല്ലേ. നമ്മളുടെ കൂടെ ഇരുന്നപ്പോൾ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനിയും സുഖമായിട്ട് ഭഗവാന്റെ പാദത്തിൽ എവിടെയാന്ന് വെച്ചാൽ അവിടെ പോയി ചേരട്ടെ. പക്ഷേ I don't want her to look down. I don't want her to come down. But let her continue as an inspiration, as a hope for people who have not much hope, as a strength, in memory, as a strength in memory. അങ്ങനെ നമ്മുടെ എല്ലാവരും ഹൃദയത്തിൽ അതൊക്കെയാണ്. അതിൻ്റെ കൂടെ we have so much of affection for her, so much of affection for her. This I can say, after she became bad, ill, കൊടുക്കായിട്ടുള്ള, ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടല്ലോ, ഭഗവാന്റെ ഏതെല്ലാം രൂപത്തിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, അവിടെയൊക്കെ ലേഖയുടെ പേര് പറയാതെ ഞാൻ വന്നിട്ടില്ല. ലേഖയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേക പേരെടുത്ത് പ്രാർത്ഥിക്കാതെ വന്നപ്പോൾ അത് മാത്രമേ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. for her. ഇപ്പോഴും we all pray for her. We have great affection for her, great love for her, admiration for her, and we will continue praying for her. Thank you. Thank you, Princess. ലേഖാൻറ്റിയുടെ പ്രസൻസ് കരുണയുടെ നല്ല രീതിയിലുള്ള മുൻപോട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് കരുണയുടെ പ്രവർത്തനങ്ങളിൽ ലേഖാൻറ്റിയുടെ ഒരു പ്രസൻസ് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത് ലീല കൈമൾ ആൻറ്റി പടി കയറാൻ വിഷമമാണ്. അതുകൊണ്ട് ഞാൻ മൈക്ക് ലീലയുടെ കയ്യിലേക്ക് കൊടുക്കാം. ലേഖ ഇത്രയും അസുഖം കൂടുതലായത് ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ തന്നെ ഒരുപാട് ലേഖയ്ക്ക് ഇത്രയും ആശുപത്രി കിടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഞാനൊരു 2-3 മുറയ്ക്ക് പുറത്ത് ഓരോ അസുഖം മാറി ഇങ്ങനെ എൻ്റെ രോഗങ്ങൾ മാറാതെ തുടർന്നുകൊണ്ടിരുന്നു. വലിയ പ്രേമമുള്ളതെന്നല്ലെങ്കിലും 2-3 വർഷങ്ങളായി കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റുള്ളവരൊക്കെ വിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. നമ്മുടെ സോഷ്യൽ സർക്കിളൊക്കെ ലേഖ ഇത്രയും മോശമായിരുന്നു ഞാൻ അറിഞ്ഞില്ല. പക്ഷെ എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്ന, ജനുവിനായിട്ട് എന്നെ സ്നേഹിച്ചിരുന്ന ഒരാളാണ് ലേഖ. വിയന്നയിൽ വന്നതിന് ശേഷം ആണ് ലേഖയും ഞാനുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായത്. കാരണം ഇവിടെ സ്ഥാപിക്കുന്ന സമയത്ത് ആദ്യകാലത്ത് ഞാൻ കൂടെ ഉണ്ടായിരുന്നില്ല. കാലിന് അവശത വരുന്നവരെ ഞാൻ ലേഖയുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് നന്നാവുന്നത് എങ്ങനെ? ഇത്രയും ഇങ്ങനെയൊരു സ്നേഹം, ഇങ്ങനെയൊരു മറ്റുള്ളവരെ കുറിച്ച് ചിന്ത. എവിടെ ചെന്നാലും ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പണം സമ്പാദിക്കാനും ചോദിക്കാനും ലേഖ ഇത്രയും വലിയൊരു ആളിൻ്റെ ഭാര്യയായിട്ട് ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരുന്നുകൊണ്ടായിരിക്കാൻ ലേഖയ്ക്കാനുള്ള തൻ്റെ എല്ലാവരോടും എവിടെ ചെന്നാലും പണം മേടിച്ച് ഈ പാവങ്ങളെ സഹായിക്കുന്ന ലേഖയുടെ ഒരു അജാത ശത്രു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഞാൻ അറിയുന്നത് ലേഖയാണ്. ഒരു ശത്രു പോലും ജനിക്കില്ല, ലേഖയെ ഉണ്ടാവില്ല. അങ്ങനെ ആളുകളെ സ്നേഹം മാത്രം കൊടുത്ത് ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് ഡാൻസ് ചെയ്ത് എല്ലാവരും ചില ഗ്രൂപ്പിൽ വരുമ്പം എല്ലാവരും കൂടി ചിരിപ്പിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. എൻ്റെ 84ാം പിറന്നാളിന് ഒരു ചെറിയ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ലേഖ ഒട്ടും വയ്യ. പക്ഷെ അങ്ങ് വന്നിട്ട് ഞാൻ ദൂരെ പുറകെ കണ്ടു, മുഖമൊക്കെ ചുമന്ന് വല്ലാതെ ഇരിക്കുന്നു പുറത്ത്. ഇവിടെ കേക്ക് കട്ടിയാൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ലേഖ ഇനി വിളിക്കുമെന്ന് പറഞ്ഞു. ലേഖയെ കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചേർത്ത് നിർത്തി ആ ലേഖയെ കൊണ്ട് കൈ പിടിച്ചിട്ടാണ് ഞാൻ ആ കേക്ക് കട്ട് ചെയ്തത്. എനിക്ക് അത്രയ്ക്ക് സങ്കടം തോന്നി, ഇത്രയും വയ്യാതെ ഇതിന് വന്നല്ലോ. പിന്നെ ഞാൻ വിചാരിക്കും, ലേഖയുടെ ഒരു പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു അംബാസിഡർ എന്ന് പറയുന്ന ആള് രാജ്യത്തിൻ്റെ സംസ്കാരവും രാജ്യത്തിൻ്റെ സൗഹൃദവും എല്ലാം പങ്കിടാനായിട്ടാണ് അവരുടെ പ്രതിനിധിയായിട്ട്, രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് അയക്കുന്നതെന്ന്. ആ കൂടെ ശമ്പളം കൂടാതെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അത് അംബാസിഡറുടെ ഭാര്യയാണ്.
എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ലേഖ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സും അഭിമാനവും കലകളും എല്ലാം നിലനിർത്തുന്നതിന് ലേഖ എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം ആ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ആളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ഒരുപാട് എൻ്റെ വിഷമങ്ങൾക്ക് ഈ കൂട്ടുനിന്നിട്ടുണ്ട്. ആദ്യം എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അല്ലെ, ഒന്നാമത്തെ ഒരു കാര്യം, കുട്ടികളൊന്നും ഒരു ഓണത്തിനോ വിഷുവിനോ ഒന്നും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്ന് നമുക്കൊരു ഓണക്കോടി എടുത്തു കൊടുക്കാനോ ഒരു വിഷ്കൈകിട്ടം കൊടുക്കാനോ നമ്മുടെ ആരുമില്ലല്ലോ. നമുക്ക് ജോലിക്കാരൊക്കെ അല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർക്കാൻ വയ്യ. ഞങ്ങളുടെ വീട്ടിലെ പടി കഷ്ടപ്പെട്ട് കയറി വരും. ചേച്ചി വിഷുക്കൈകിട്ടം തരൂ, ചേച്ചി എനിക്ക് ഓണക്കോടി തരൂ. എന്നെ സന്തോഷിപ്പിക്കാനാണ് ലേഖ അങ്ങനെ ചെയ്തത്. എന്നെ സന്തോഷിപ്പിക്കാൻ എന്നോട് ഓണക്കോടി ചോദിക്കുന്നു, എന്നോട് വിഷുക്കൈകിട്ടം ചോദിക്കുന്നു. ഇങ്ങനെ ഒരാളെന്നെ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, ചേച്ചി പ്രാണായാമം ചെയ്യണം, എന്നിട്ട് അത് എങ്ങനെ ഭംഗിയായിട്ട് വയറ് മുഴുവനും അകത്തോട്ടാക്കി കാണിക്കും. അയ്യോ ലേഖ, ഇതൊക്കെ എങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറയും. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ നന്മ മാത്രമായിട്ടൊരു വ്യക്തി, അങ്ങനെ ഒരാളെ ഞാൻ ഈ എൻ്റെ 84 വയസ്സിനിടയിൽ അങ്ങനെ ഒരു സുഹൃത്ത് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് കാരണം എനിക്ക് ഇത്രയും വയ്യാതെ ഇരുന്നിട്ട് ഞാൻ ഇവിടെ വരെ വന്നതാണ്. ലേഖ എന്ന് പറയുന്നത് ഈ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മാലാഖയാണ് ലേഖ. താങ്ക് യു ലീലാനി. അടുത്തതായിട്ട് രാധാ നായർ. തരണോ മൈക്ക് വേണം. To tell you the truth, I have not come prepared to say anything. I just came for the function and I was just to honor Lekha. And I thought that I will hear the others speak and pay my respects to her. So when Sheila and Jaya insisted that I say a few words, I was totally flustered. I think that as I grow older, I get flustered very easily. And for a moment I said, no, I can't. I mean, I just can't think of anything. Then they said, but Auntie, you knew her from the time she was a little girl, which is true, because we were both in Jawaharlal and I remember Lekha and Geeta, both of them. They used to enthrall the audiences. They were little girls, big eyes, chubby cheeks. They used to enthrall the audiences with their dancing. And then she had the audiences eating out of her hand that way. Then I got married and I moved away and I lost touch with Lekha. But because of her Jawaharlal connection, I would get little snippets of news from her that she had married a brilliant young rising star of the Indian Foreign Service, Sreenivasan. And then also how she had evolved from a very shy and 18-year-old girl into the perfect diplomat's wife, or as she herself would often say, and she has titled her book that, the better half of diplomacy. And then here, I want to digress a little, because another drawback of old age is that one tends to ramble. And however Lekha evolved, I think we have to give a lot of the credit to Sreenivasan. And actually, before my husband and Sreenivasan retired and came to Trivandrum, I had met him once, long ago when I was in women's college. I think it was the second year of my BA. And I used to hear about this Sreenivasan, who was the hero of University College. Everybody would talk about his big hero there. They would talk about how he was academically so brilliant and what a skilled debater and orator he was and all. And I was not very impressed. I said,
it's okay. I had to go to debate to University College. I think Sreenivasan, you remember this because I mentioned it to you once. And I thought, okay, I mean, I've spoken in women's college before, so I didn't expect anything to be much different. And women's college in those days was a very genteel, nobody hooted or booed at you. And everybody was always very appreciative. That was in the 90s, it was long back, and I don't know what it is like now. So I went to University College, and my God, it was such a culture shock. The moment I got on stage, they started booing, and there were catcalls, and oh, I got so, it was totally freaked out. But I'm very proud that I did not cry or break down or anything. I just stood my ground, and then Sreenivasan came on stage. Oh my God, it was so unfair. I still feel he just had them eating out of his hands, and he was cheered on, and I still remember my embarrassment at that episode. But one thing I must say about Sreenivasan, that he was not only brilliant, he brought out the brilliance in others, which is what he has done time and again. Of course, with Lekha, the way he has encouraged her and helped her achieve whatever she dreamt of, she is remarkable. She became such a talented dancer. All her skills, all her hidden skills, and all her talents, he encouraged her and brought it to the surface. And it's not only Lekha, he's a mentor to so many youngsters, whom he has brought it out. And I think that is something that Lekha herself, the way she has her paintings, whether it was her paintings, her dancing, and the work, the charity work, and of course Karuna Charities, which is what I think she will be remembered by for generations. And that is what I want to say, that I don't know what happens after death. I am still very pragmatic about it, and I'm still in my doubts. But I do believe that as long as people remember you, you are in your memories, that you do not die. You die, of course, but as long as you are in your memories. And in that way, Lekha will continue to live in the memories of thousands of people through Karuna Charities, for whom she has held out so much hope, whom she has, not just the immediate recipients of her generosity and goodness, but their children and their children for generations to come. And I think that is her greatest legacy. And there's nothing more I can say really, because I'm not really prepared. And I know she is, wherever, as Lakshmi said, she is found eternal peace, eternal rest wherever she is. Thank you. താങ്ക് യു ആൻറ്റി പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും ലൈഫ് ടൈമിൽ ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരും ലേഖാൻ്റെ. അടുത്തതായിട്ട് ഭഗവതി മാർത്താണ്ഡം, നമ്മുടെ കരുണ ചാരിറ്റീസിൻ്റെ ഒരുപാട് ഒഫീഷ്യൽ പൊസിഷൻസിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് ഭഗവതി ആൻറ്റി. ലേഖ ചേച്ചിയുമായിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ പങ്കിടാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇന്നും ഇന്നലെയും കൊണ്ടല്ല, വർഷങ്ങൾക്ക് മുമ്പ് തലമുറകളായിട്ട് തന്നെ പരിചയമുള്ളതാണ് ലേഖ ചേച്ചി. ലേഖ ചേച്ചിയുടെ അച്ഛനും എൻ്റെ അച്ഛനും ഗവൺമെൻറ് സർവീസിലിരുന്നപ്പോൾ പല വേദികളും ഒരുമിച്ച് പങ്കിട്ടിട്ടുണ്ട്. കൂടാതെ എൻ്റെ ചേച്ചിയും ലേഖ ചേച്ചിയും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കോട്ടൺ ഹിൽ സ്കൂളിൽ. അപ്പോൾ ലേഖ ചേച്ചി വെള്ളയമ്പലത്ത് താമസിക്കുമ്പോൾ രാവിലെ ഉദാഹരണ റോഡിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചേച്ചിയുമായിട്ട് സ്കൂളിൽ പോകും. വൈകുന്നേരം വരുമ്പോൾ വീട്ടിലൊരു പഴയ പേര മരം ഉണ്ടായിരുന്നു. അതിൻ്റെ ലോ ബ്രാഞ്ചിലിരുന്ന് രണ്ടുപേരും പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും
ലേഖ ചേച്ചിയോട് ഇടപഴകുമ്പോഴെല്ലാം ആ പഴയ ഓർമ്മകൾ എന്നെ എടുത്തുകൊണ്ട് ആ മരത്തിന്റെ മുകളിലോട്ട് കയറും. അപ്പൊ എൻ്റെ അമ്മ പറയും, താഴെ ഇടാനാണോ ഈ മുകളിലോട്ട് കയറുന്നതെന്നൊക്കെ. അപ്പൊ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ആ പേരൊക്കെ ഇങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും നിൽക്കുന്ന ആ ഒരു കാഴ്ചയാണ് എൻ്റെ മുന്നിലുള്ളത്. അത് കഴിഞ്ഞ് കരുണ ചാരിറ്റീസ് തുടങ്ങിയപ്പോൾ ആനന്ദാണ്ടിയാണ് എന്നെ കരുണയുമായിട്ട് പരിചയപ്പെടുത്തിയത്. പിന്നെ ഒരു ഏകദേശം 10-15 വർഷം ലേഖ ചേച്ചിയുടെ കൂടെ സെക്രട്ടറി ആയിട്ടും ട്രഷററായിട്ടും ഒക്കെ വളരെ അടുത്ത് ഇടപഴകി കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കരുണ ഹോം തുടങ്ങിയപ്പോഴും ഇറ്റ് വാസ് എ ഡ്രീം പ്രോജക്റ്റ് ഫോർ ഹർ. ഒരു ചിരകാല സ്വപ്നം. ആ ഹോമിൽ ഒരു 10 പേഷ്യൻസിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിട്ടിരിക്കണം എന്നുള്ള ആ ഒരു അഹോരാത്രം ഇവിടെ ഇന്ത്യയിലുള്ളപ്പോഴും ഔട്ട് ഓഫ് കൺട്രി പോയപ്പോഴും ഒക്കെ ഇതിനു വേണ്ടി തന്നെയാണ് ലേഖ ചേച്ചി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ഇന്ന് ഈ ദിവസം വരെയും അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു പോവുകയാണ്. ഈ ജാനുവരി 30th ഞാൻ അവിടെ ഒരു ലഞ്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നു. അവിടെ പോയപ്പോഴും എനിക്ക് ലേഖ ചേച്ചിയുടെ ആ ഒരു പ്രസൻസ് അവിടെ ഐ കുഡ് ഫീൽ ദാറ്റ് മരണം, ഡെത്ത് എന്നുള്ള വാക്ക് ഇസ് നോട്ട് ഫോർ ഹർ. ഷീ ഈസ് ഓൾവേസ് ഇൻ അവർ ഹാർട്ട്സ്. കരുണയിലെ മെമ്പേഴ്സിന്റെ ഓരോരുത്തരുടെ മനസ്സിലും ലേഖ ചേച്ചി വിൽ ഓൾവേസ് ബി ദെയർ. ആൻഡ് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എ പേഴ്സൺ ലൈക്ക് ഹെർസെൽഫ്. ഏതെല്ലാമോ പദവികളിൽ ഇരുന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ആ ഒരു അഹങ്കാരമോ ഒന്നുമില്ലാതെ വലിയ ഒരാള് ചെറിയ ഒരാൾ ആ ഒരു ഭാവഭേദ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരോടും ഒരേ രീതിയിൽ തന്നെ പെരുമാറുന്ന ഒരു പേഴ്സണാലിറ്റി വിച്ച് ഇസ് വെരി റെയർ ടു സീ nowadays. Maybe God has taken her away. ഇത്രയും വളരെ it was very unfortunate that she was called to Lord Ganesha's feet, and we all will be missing her. As far as Sreenivasan sir is concerned, she has created a vacuum which can never be filled. Sir, may the special memories of your loved one live on within your heart and bring you comfort throughout the coming years. We will always cherish the sweet memories of Lekha Chechi with deep gratitude and utmost reverence. May the great soul lead us and take us in the right direction. Thank you. Thank you, Parvathi aunty. അടുത്തത് ജയചന്ദ്രൻ. ലേഖ ചേച്ചി എനിക്ക് ഒരു ഏർലി 60s മുതലാണ് പരിചയം. ഞങ്ങളുടെ ജവഹർലാൽ റെസിഡൻറ്റ് അസോസിയേഷൻ ജവഹർലാൽ കോളനിയിൽ ഞാൻ അവിടെയായിരുന്നു, ചേച്ചി അവിടെയായിരുന്നു. പക്ഷേ സീനിയർ ടു മീ. വനജ ആൻറ്റി ആയിരുന്നു ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒത്തിരി കാലം. അപ്പോൾ ജവഹർലാൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ എന്തെങ്കിലും അവിടുത്തെ റെസിഡൻസിൻ്റെ പ്രോഗ്രാം കാണും. അങ്ങനെ ചേച്ചിയെ ഞാൻ ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത് ഗീത ചേച്ചിയും ലേഖ ചേച്ചിയും കൂടെ ഒരു ഭരതനാട്യം അതുപോലെ ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ചെയ്തു. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിലാണ്, അതൊന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല ചേച്ചിയോട്. അത് കഴിഞ്ഞ് പിന്നെ ലേഖ ചേച്ചി അവിടുന്ന് അങ്ങ് പോയി. ഐ തിങ്ക് ഷീ ഗോട്ട് മാരീഡ് അറ്റ് എ വെരി ഏർലി ഏജ്. അങ്ങനെ ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ പിന്നെ അങ്ങ് പോയി. പക്ഷേ വനജാൻറ്റി അവിടെ എപ്പോഴും ഈ ലേഖ ചേച്ചി ഇപ്പോൾ എങ്ങനെയായിരുന്നു കരുണയിലൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെയായിരുന്നു വനജ ആൻറ്റി ജവഹർലാലിലുണ്ടായിരുന്നത്. ആ വ്യക്തിത്വത്തെ നമുക്ക് മറക്കാനും അവഗണിക്കാനും പറ്റാത്ത പോലെ അത്രയ്ക്ക് സ്മാർട്ടായിട്ട് ഡൈനാമിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ഈ ലേഖ ചേച്ചിയെ ഓരോ പ്രവൃത്തികൾ കാണുമ്പോഴും എനിക്ക് എപ്പോഴും വനജാൻറ്റിയായിരുന്നു ഓർമ്മ വരുന്നത്, ചേച്ചിയുടെ അമ്മയും. പക്ഷെ ഗീത ചേച്ചി നേരെ തിരിച്ചുമായിരുന്നു, വളരെ ക്വയറ്റ് ആൻഡ് റിസർവ്ഡ് പേഴ്സൺ അങ്ങനെയായിരുന്നു. അപ്പം ഈ ഫോട്ടോ, ഈ ലേഖ ചേച്ചിയുടെ ഏത് ഫോട്ടോ എടുത്താലും വളരെ ലൈഫാണ്. ദ സെയിം തിങ് പഞ്ചായത്തിയുടെ ഫോട്ടോയും. അപ്പോൾ ഒരിക്കലും ഈ സീനിയർ സിറ്റിസൺസ് കാർഡ് എടുക്കാനായിട്ട് പിന്നെ കാർഡിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും കൊണ്ട് ഒരിക്കലും ഓഫീസിൽ വന്നു. അപ്പം
ഈ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റി ഇത് എപ്പോഴും എടുത്തതാണ്? അപ്പോൾ ഒരു 30 വയസ്സ് വരും. സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞാണല്ലോ. ഞാൻ 2 ആഴ്ച മുമ്പ് എടുത്തതേ ഉള്ളൂ. സോ അതുപോലെ ലേഖ ചേച്ചി ഏത് ഫോട്ടോ എടുത്താലും ഷീ സോ ബ്യൂട്ടിഫുൾ ഇൻ ഓൾ ദാറ്റ്, അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് ജവഹർലാലിൽ നിന്ന് പോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു 90s കരുണ ചാരിറ്റീസിന്റെ ട്രിവാൻഡ്രം, ഓഫ്കോഴ്സ് പഞ്ചായത്തിയും ജവഹർലാലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ലേഖ ചേച്ചിയായിട്ട് പിന്നെ അങ്ങനെ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കരുണ ചാരിറ്റീസിന്റെ ഇത് ട്രിവാൻഡ്രം ചാപ്റ്റർ തുടങ്ങാറായപ്പോൾ പഞ്ചായത്തി വിളിച്ചു, മോളെ ഇങ്ങനെ വരണം, ലേഖ അവിടെ കരുണ ചാരിറ്റീസ് എന്ന് പറഞ്ഞത് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ട്രിവാൻഡ്രം നമുക്കൊരു ചാപ്റ്റർ തുടങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ആദ്യം വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പേഴ്സായിട്ട് കരുണ ചാരിറ്റീസിൽ വരുന്നത്. അന്ന് പഞ്ചായത്തി ഉള്ളിടത്തോളം സമയം എല്ലാം വളരെ ആക്റ്റീവായിട്ട് സമൂഹ വിവാഹങ്ങളും അങ്ങനെ പലതും അതിന് ചെയ്തു. പക്ഷെ അന്നൊന്നും ഞാൻ അത്ര ആക്റ്റീവായിട്ടൊന്നും ഇൻവോൾവ് അല്ല. പക്ഷെ മീറ്റിങ്ങുകൾക്കൊക്കെ പോകും, ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടിക്ക് പോകും, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി അത് റിട്ടയറായി വരുമ്പോഴാണ് പിന്നെ വീണ്ടും ജവഹർലാലിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യും. അത് വലിയ സന്തോഷമായിരുന്നു അവിടെ തന്നെ വന്ന് താമസിക്കാൻ പറ്റിയെന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ഈ കരുണ ചാരിറ്റീസ് കുറെ കൂടെ ആക്റ്റീവായി. ഞങ്ങളൊക്കെ ചേച്ചി പറഞ്ഞ പോലെ, ഭഗവതി പറഞ്ഞ പോലെ, ഞങ്ങളെയൊക്കെ ഇങ്ങനെ പഴയ ആളുകളെയൊക്കെ ചേച്ചി ഇങ്ങനെ അടുത്ത് കൂട്ടി. പിന്നെ പുതിയ ഒരുപാട് ഫ്രണ്ട്സിനെ പിന്നെ പരിചയപ്പെടാൻ സാധിച്ചു. കരുണയെ കൂടി അഞ്ജിതയും ഷീല ഇങ്ങനെ വരുന്നു, അങ്ങനെ ഒത്തിരി പേര് അതിലൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അമ്മയുടെ സ്റ്റുഡൻസും കൂടെ ആയിരുന്നു ഒരു കോട്ടയം സ്കൂളിൽ, ഹൈസ്കൂളിൽ. ഗീത ചേച്ചിയും ലേഖ ചേച്ചിയും രണ്ടുപേരെ എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അത്ര എൻ്റെ ഓർമ്മയൊന്നുമില്ല. എന്നിട്ട് ചേച്ചി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് അത് ഓർമ്മ വരുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കരുണ ചാരിറ്റീസിൻ്റെ വകയായിട്ട് പ്രിൻസസ് പറഞ്ഞ പോലെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഞങ്ങൾ കൊടുക്കാൻ നിശ്ചയിച്ച ഒരു May 6 അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറിയാണ് May 6. ചേച്ചി ആദ്യത്തെ കഞ്ഞി എൻ്റെ വകയായിട്ട് തന്നെ ഞാൻ അത് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് പോയി വിളമ്പി കൊടുത്തു. അപ്പം എനിക്ക് ഐ ഫൗണ്ട് ഇറ്റ് വെരി സ്ട്രേഞ്ച്. കാരണം ചേച്ചിക്ക് അത്രയ്ക്ക് സ്നേഹമായിരുന്നു എൻ്റെ അമ്മയോട്. ആ ജവഹർലാലിലുണ്ടായിരുന്നപ്പോഴും എപ്പോഴും ഒക്കെ വരുന്നത്. ഈവൻ മൈ ഫാദർ വാസ് വെരി ക്ലോസ് ടു ശ്രീനിവാസൻ സാർ ആൻഡ് എൻ്റെ ചേച്ചിയായിട്ടൊക്കെ വളരെ ക്ലോസ് ആയിരുന്നു. അങ്ങനെ എന്താ പറയുന്നത്, ഒരു എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഈ പഞ്ചായത്തിൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഒന്നും എനിക്ക് ലേഖ ചേച്ചി എനിക്ക് തോന്നിയിരുന്നത്. ആ ഡൈനമിസവും നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഓഫ്കോഴ്സ് എത്ര വയ്യെങ്കിലും ഡാൻസ് വളരെ ഒരു പാഷനായിരുന്നു ചേച്ചിക്ക്. എത്രയ്ക്ക് വയ്യെങ്കിലും ഡാൻസ് എന്ന് പറഞ്ഞാൽ ഷീ വാസ് ഓൾവേസ് റെഡി. ഒരു തവണ ഐ തിങ്ക് ദാറ്റ് വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് സോളോ പെർഫോമൻസസ് എന്ന് എനിക്ക് തോന്നുന്നു. അത് പിന്നെ കോട്ടൺ സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളൊക്കെ ഇങ്ങനെ ചേച്ചി അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഐ കുഡ് സീ ദാറ്റ് ഷീ വാസ് ആ ശ്വാസത്തിന് വേണ്ടിയിട്ടേ ഒരു ബുദ്ധിമുട്ടുന്ന പോലെ. സോ ഇറ്റ്സ് റിയലി ടെൻസ്. ചേച്ചി ഡാൻസ് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഇനി സോളോ ചേച്ചി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഗ്രൂപ്പ് ആകുമ്പോൾ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ആരുടെയെങ്കിലും ഒക്കെ പുറകിലൊക്കെ നിന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയുന്നത്, അത് കഴിഞ്ഞ് ചേച്ചി ഇത്ര സീരിയസ് ആണെന്നുള്ള സത്യം പറഞ്ഞാൽ ഇതിലേക്ക് പറയുന്ന പോലെ അറിഞ്ഞതേ ഇല്ല. ഈ കോവിഡ് വന്ന ആ സമയത്ത് ആരും തമ്മിൽ കാണുന്നില്ല. പിന്നെ ഓൺലൈൻ മീറ്റിങ്ങുകളായി. പിന്നെ ചേച്ചിയെ ഞാൻ കഴിയുന്നതും വിളിക്കില്ലായിരുന്നു. കാരണം എനിക്ക് ഐ ഫെൽറ്റ് ദാറ്റ് ഷി വാസ് സ്ട്രഗ്ലിംഗ് ടു ടോക്ക്. ശ്വാസം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അപ്പം ന്യൂ ഇയറിൽ ആയപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും പോയി കാണണമെന്ന് പറഞ്ഞൊരു കേക്ക് ഇതായിട്ട് ചെന്നപ്പോഴാണ് അവിടെ ആളില്ല. അപ്പം ഞാൻ ചേച്ചിയുടെ ഫോണിൽ വിളിക്കുമ്പോൾ സാറ് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്. അപ്പോഴും ഞാൻ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ചേച്ചി ഈ കരുണയുടെ 10ാമത്തെ വാർഷികത്തിൻ്റെ അന്ന് ഷി വാസ് ഹോസ്പിറ്റലൈസ്. അന്ന് സോഡിയം കുറയോ അങ്ങനെ എന്തോ സംതിങ് ഹാപ്പൻ. അങ്ങനെ ചേച്ചി അന്ന് ഉച്ചയായപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരുന്നത്. 10th ആനിവേഴ്സറി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് വളരെ വിപുലമായിട്ട് നടത്തിയത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇത്ര അപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. പിന്നെ അപ്പോഴത്തെ സെയിം വാർത്ത കേട്ടപ്പോൾ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ പ്രിൻസസ് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഓരോ ബന്ധുവിനൊക്കെ ഉണ്ടാകാറുണ്ട്. എൻ്റെ അമ്മ, അച്ഛൻ, ഒരു അനിയത്തി ക്യാൻസറിന് അങ്ങനെ പോയി. പക്ഷെ അവരൊക്കെ കുറേ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമ്മളും പ്രിപ്പയർഡായി ഇവരെനിയും സഫർ ചെയ്തിട്ട് പോകണം എന്നല്ല. പക്ഷെ ചേച്ചിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ചേച്ചി പോലും
തന്നെയായിരുന്നു ഈ ചേച്ചിയുടെ ഫോർഗീവ്നെസ്. ഞാൻ നേരിട്ട് പലരെയും കണ്ടിട്ടുണ്ട്. നമുക്കൊക്കെ ചില ഇഷ്യൂസൊക്കെ ചേച്ചിക്ക് എങ്ങനെ പിന്നെ ഇവിടെയൊക്കെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ പറ്റുന്നു എന്ന് നമുക്ക് അനുഭവം തോന്നുന്ന പോലെ. ദാറ്റ് ഈസ് നോട്ട് ഡിപ്ലോമസി. അത് ഐ തിങ്ക് ഡിപ്ലോമസി കൂടുതൽ നമ്മളൊരു ഫോഴ്സ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന കറക്റ്റ്. പക്ഷെ അങ്ങനെയാണ് നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കാതിരിക്കാൻ എല്ലാം നല്ലതായിട്ട്. ബട്ട് ഐ തിങ്ക് ഇറ്റ് കെയിം ഫ്രം ദ ഹാർട്ട്. ചേച്ചിയുടെ ആ ഒരു ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന ഒരു ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, ആ സ്നേഹമൊക്കെ. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ കരുണ ചാരിറ്റീസ് ചേച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് വാസ് വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. അത് നേരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ശ്രീനിവാസൻ സാറിൻ്റെ സഹായം അതിന് വേണ്ടി വരും. കാരണം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണെങ്കിലും നമ്മൾ ഈ ട്രിവാൻഡ്രം ചേർന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. സോ അദ്ദേഹം തീർച്ചയായിട്ടും ഇതിൽ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേച്ചിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ ഉണ്ടാകും. താങ്ക് യു ജയാനി. ലേഖാൻറ്റിയുടെ അവസാനമായി ലേഖാൻറ്റി സ്റ്റേജിൽ കയറിയത് വിമൻസ് ക്ലബിലെ ഒരു പ്രോഗ്രാമിന് 3 തലമുറകൾ എൻ്റെ മകളുടെ കൂടെ ഡാൻസ് ചെയ്തു പോകുന്നത്. ആൻറ്റിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആൻറ്റി പറയുന്നത് ലോകത്ത് പല സ്ഥലത്തും ആൻറ്റി പോയി ഡാൻസ് അവതരിപ്പിക്കുകയും ഡാൻസ് അവതരിപ്പിച്ച് അതിൻ്റെ റിട്ടേൺസ് കൊണ്ട് ഒരുപാട് പേരെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഇനി ഡാൻസ് ചെയ്യാൻ പറ്റില്ല, മതിയാ, ഇനി ചെയ്യേണ്ട എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ച് ഒരമ്മയും കുട്ടികളും കൂടെയുള്ള ഒരു ഡാൻസ് പോലെയാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻറ്റി ഒരു അമ്മയായിട്ടാണ് സ്റ്റേജിൽ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അതായിരുന്നു എൻ്റെ ഓർമ്മയിലെ അവസാനം ചെയ്ത പെർഫോമൻസ്. അടുത്തത് സേതു ശിവകുട്ടി. സേതു Lekha, my friend, our friend. I was really extremely saddened to hear the loss of my friend, Lekha. At that time, I don't know what, I had seen her. The best thing is that she was coming with small problems to SK Hospital. The last time when she came, I knew only after 4 days after she getting admitted. Even I was not well. As soon as I heard, I just rushed to my hospital. I went to CCU. She had kept all this oxygen and all. But that time she was getting well. From far she saw me. She wanted to laugh. She wanted to talk to me. But I did not stand there for making her too much anxiety. Like I said, okay, Lekha, we will meet as soon as possible. That was my last scene of her. She was a person who made me known in our hospital. As soon as she come, what she says is, the owner of this hospital is a partner of me in Tiruvandra dance. I don't know, I don't dance. But she made me a dancer, and all those doctors and staffs, they were thinking I'm a big dancer. I said, oh, small step. I used to play with Lekha. I was really saddened hearing that. After seeing her, just after 4 or 5 days in the morning by 11 o'clock, I got a phone from SK Hospital that about Lekha. I'm really standing here with a heart full of pain, wishing to give my condolence to bereaved family. Lekha, as we all know,
She was known to everyone. She was a very loving wife to a loving husband, Sri T.P. Sreenivasan sir, a diplomatic man. Seeing her character, as far as I know her, she was very humble, loyal, simple, and very down to earth. She never keeps space for hatredness. That person she was. I could learn so much things from her. When a person shouts at her, she nicely listens and she will start, she's still laughing. I cannot do that. I burst out. But all these things, I don't know how she's managing. Above all, she was a very talented person. I don't say leaning. She's a talented person. Dancing is a motto. Is a passion. And what all. She never show off that she's a wife of a big diplomat person. She's very, very humble, simple. I can see so many things of her. But now no words are coming for me from my mind. Anyway, my heartfelt condolence. I'm concluding here with my prayers. ആൻറ്റിയുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് VSS നായർ അങ്കിളും ആൻറ്റിയും. ഞാൻ VSS നായർ അങ്കിളിനെ ക്ഷണിക്കും. എന്തെങ്കിലും സംസാരിക്കണമെന്ന് യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. ഞാനും ജയൻ തമ്മിലുള്ള പരിചയം വൈഫ് ഡോക്ടർ തങ്കം അറിയുന്നത് അവര് തമ്മിൽ ഒരുമിച്ച് പഠിക്കാനായിട്ട് പ്രീ യൂണിവേഴ്സിറ്റിക്ക് തൃശ്ശൂർ കൊണ്ടുപോയി രേഖ അവിടെ പോയാൽ പഠിച്ചത് എൻ്റെ വൈഫിനോട് പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞ് വൈഫ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്ത് അവിടെ ജോലി ചെയ്യുമ്പോൾ ഭാഷ സ്നേഹാസിന് അവിടെ വന്ന് എത്രയോ ഫോട്ടോസ് വൈഫിനെടുത്ത് ഈയിടെ ഞങ്ങൾ രേഖ പഠിക്കുന്നതിന് മുമ്പ് കുറേ പടങ്ങൾ തങ്കം അനുവദിച്ച് കൊടുത്തു. അതൊക്കെ വലിയ ഓർമ്മയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ കരുണ ചാരിറ്റീസ് തുടങ്ങാൻ എന്നെ ഏൽപ്പിക്കുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത്. ആദ്യം ഞങ്ങൾ തുടങ്ങിയതൊരു ആനയുടെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്ത് പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല, തയ്യൽ പഠിപ്പിക്കുക പാവപ്പെട്ട സ്ത്രീകളെ. ഒരു ടീച്ചറെയാണ് പറയുന്നത്. ഞാൻ ഡെയിലി അവിടെ പോകും, അവർ പഠിപ്പിക്കും. ഒന്നോ രണ്ടോ കൊല്ലം അവിടെ ആ വീട് വാടകയ്ക്ക് എടുത്ത് നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. ഒരുപാട് സ്ത്രീകൾക്ക് വലിയ ഉപകാരമായി. എന്നിട്ട് പഠിച്ചാൽ കഴിഞ്ഞാൽ ഒരു തയ്യൽ മെഷീൻ രേഖ വാടക കൊടുത്തേക്കാൻ പറയാം. ഇത് കഴിഞ്ഞാണ് പിന്നെ കുമാരപുരം അങ്ങോട്ട് വേറെ ചെറിയ വീട് വാടകയ്ക്ക് എടുത്തി പാവപ്പെട്ടവർക്ക് താമസിക്കാൻ. എനിക്കിതൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ചാരിറ്റി പരിപാടികളൊന്നും എനിക്ക് യാതൊരു അറിവില്ല. ഞാൻ ചില റോട്ടറി ക്ലബിലൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. ഇത് കഴിഞ്ഞാണ് ഈ പാവപ്പെട്ട എത്രയോ പേർക്ക് കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് വരുന്ന ഫാമിലീസ് പാവപ്പെട്ടവർ വന്ന് ഈ കരുണ ചാരിറ്റീസ് കൊടുക്കുന്ന സ്ഥലത്ത് അന്ന് ലേഖ അറേഞ്ച് ചെയ്ത റോസ്മേരിയും അവിടെ താമസിപ്പിച്ചു. അവരൊക്കെ ഈ വരുന്ന ആൾക്കാർ തന്നെ എന്തെങ്കിലും സഹായിക്കും ആഹാരം ഉണ്ടാക്കാനായിട്ട്. പലർക്കും അറിയാത്ത കാര്യങ്ങളാണ്. പിന്നെ ഈ SLT ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കഞ്ഞി കൊടുക്കാനായിട്ട് പാവപ്പെട്ടവർക്ക് ഇത്രയോ പേര് എനിക്ക് വലിയ അനുഭവം തോന്നിയിട്ടുണ്ട്. 100 കണക്കിനാണ് ആൾക്കാർ പാത്രമായിട്ട് വന്ന് കഞ്ഞി കുടിക്കാനും ആഹാരം കഴിക്കാനായിട്ട് വരുന്നത്. ഒരിക്കലും ഒട്ടും അതില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ അത് കഴിഞ്ഞാണ് അവർ കുമാരടുത്ത് വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ തുടങ്ങുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ എൻ്റെ വീടെടുത്തായത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കരിച്ചത്. പിന്നെ ഇത് അന്നൊക്കെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആന്തരികമായിട്ട് ഇത് സഹായിക്കാനായിട്ട് ഞാൻ മാത്രമുള്ള വേറൊരു ഞങ്ങൾ രണ്ടും പുള്ളിയും ഒരാണ് എൻ്റെ വീടടുത്ത തന്നെ എനിക്ക് പോകാൻ പറ്റും.
എനിക്കൊരു വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതെങ്ങനെ ലേഖനം സാധിച്ചെടുക്കുന്നു. വലിയ വളരെ അത്ഭുതം. പിന്നെ എനിക്ക് വലിയ സന്തോഷമാണ് അംബാസഡർ ശ്രീനിവാസനെ പരിചയപ്പെടുക. എൻ്റെ ജീവിതത്തിലൊക്കെ വളരെ വലിയ കാര്യമായിരുന്നു. ഇപ്പോൾ ലേഖയെ പറ്റി ഒരുപാട് പേര് പറഞ്ഞു. ഇനിയും പറയാനേ കാണുകയുള്ളൂ നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ താങ്ക് യു അങ്കിൾ. ഇതെങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, ആൻറ്റിക്ക് ആൻറ്റിയുടെ ഒരു വാല്യൂസ് ഒക്കെ പറഞ്ഞ് അറിയില്ലായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ആൻറ്റി വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. ചില സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു ഓഫീസിലൊക്കെ പോയി എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റാതെ ഒരു ബ്ലോക്കായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ആൻറ്റിയെ വിളിക്കും. അപ്പം ആൻറ്റി അയ്യോ ഇതിനിപ്പോൾ എന്താ ചെയ്യാന്ന് നോക്കുമ്പോൾ ഞാൻ തന്നെ വഴി പറഞ്ഞു കൊടുക്കും. ആൻറ്റി ആ ഓഫീസിലൊന്ന് വിളിച്ചിട്ട് അങ്കിളുടെ വൈഫാണ് എന്ന് പറഞ്ഞിട്ടൊന്ന് സംസാരിക്കും. അപ്പം ആൻറ്റി അതുവരെയും അങ്ങനെ ഒരു കാര്യം ചെയ്യുകയില്ല. കാരണം അങ്കിളുടെ പേര് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പരിപാടിയെ ആൻറ്റിക്കില്ല. അങ്കിളുടെ സപ്പോർട്ടും അങ്കിളുടെ എല്ലാ രീതിയിലുള്ള ഒരു ഇതും ആൻറ്റിക്ക് ഉണ്ടായിരുന്നെങ്കിലും ആൻറ്റി അത് ഒരുപാട് യൂട്ടിലൈസ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന ചില സ്ഥലങ്ങളിൽ ആൻറ്റി വിളിച്ചൊന്ന് സംസാരിച്ച് കഴിയുമ്പോൾ, അതായത് ഞാൻ കാല് ഒടിഞ്ഞു കിടന്ന ഒരാളെ കാല് മുറിച്ച് ഒരു 28-29 സർജറി ചെയ്ത ഒരാൾക്ക് ഒരു ഹെൽപ്പും ഇല്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പം അയാൾക്ക് ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയേ പറ്റുള്ളൂ. അന്ന് ഞാനിത് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി അപ്പോഴത്തെ കളക്ടറെ വിളിച്ചു. അത് വേറെ ആരും വിചാരിച്ചാൽ അത് നടക്കാത്ത രീതിയിൽ അത് നടക്കുകയും അയാൾക്ക് 17 ലക്ഷം രൂപ കേസൊക്കെ കഴിഞ്ഞ് കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഞങ്ങൾ നാട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ആൻറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ആൻറ്റി പല കാര്യങ്ങളും ചെയ്ത് പകുതി നിർത്തിയിരുന്നു. ഇന്ന് ആൻറ്റി പോയെങ്കിലും ഇന്നൊരു നല്ല കാര്യം കരുണയിലെ 2-3 മെമ്പേഴ്സ് ചേർന്ന് ചെയ്തു. അതെനിക്കിവിടെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആൻറ്റി ഒരുവിധം എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു ആൻറ്റിയുടെ ആ ദിവസം, ആൻറ്റി യാത്രയാവുന്ന ആ ദിവസം നമ്മളെല്ലാവരും കണ്ടു. ഒരുപാട് പേര് ഞങ്ങളിനി എങ്ങനെ ജീവിക്കും എന്നുള്ള ചോദ്യവുമായിട്ട് അവിടെ വന്നിരുന്നു. കാരണം ഒരു കാല് മുറിച്ച ഒരു മനുഷ്യൻ ഓട്ടോയിൽ എല്ലാ മാസവും വരും ആൻറ്റിയെ കാണാൻ. അയാൾ ജീവിച്ചിരുന്നത് ആൻറ്റി കൊടുത്തിരുന്ന പൈസ കൊണ്ട് മാത്രമാണ്. അയാൾക്ക് വേറെ ഒരു വരുമാനമില്ല. അപ്പം അയാൾ വന്നിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് ഞാനിനി എങ്ങനെ ജീവിക്കും എന്ന് ചോദിക്കുന്നു. അപ്പം ഞാനും ഒരു നിമിഷം സ്പീച്ച്ലെസ് ആയിപ്പോയി, എന്ത് ചെയ്യും. അതുപോലെ ഒരു കുട്ടിക്ക് ശരിക്കും അവന് ഇൻഡിപെൻഡൻ്റ് ആയി, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടിയാണ്. MBAക്ക് പഠിക്കാൻ വേണ്ടി ഒരു ആവശ്യം പറഞ്ഞു ആൻറ്റിയോട്. അപ്പോൾ ആൻറ്റി അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്നോട് പറഞ്ഞത്, ഗേൾ ചൈൽഡിനെ എല്ലാവരും പഠിപ്പിക്കും, പക്ഷേ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരുടെയെങ്കിലും തലയിൽ കയറിയെന്ന് പോകും. ആ പഠിത്തത്തിനൊരു വാല്യൂ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പയ്യന് MBA പഠിക്കണം എന്ന് ആഗ്രഹിച്ചില്ല. ആ പയ്യന് ആൻറ്റി ആദ്യമായിട്ട് 30,000 രൂപ ഫീസ് കൊടുത്ത് ചേർന്നു. അപ്പോൾ അത് ഇനി ആ കുട്ടി എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ആൻറ്റി പോയ ദിവസം അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവന് ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പോൾ 60,000 രൂപയെങ്കിലും അടയ്ക്കണമായിരുന്നു ഫീസ്. പക്ഷെ അത്രയൊന്നും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും ഉഷ ചേച്ചിയും പത്മ ആൻറ്റിയും ഞാനും കൂടെ നമുക്കത് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ അത് മുമ്പോട്ട് ഫോർവേഡ് ചെയ്യണം, കരുണയിൽ പറയണോ, എല്ലാവരും അതിനെ എങ്ങനെ എടുക്കും, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അവർ എഡ്യൂക്കേഷൻ ലോൺ കൊടുത്തിട്ടുണ്ട്. ലോൺ കിട്ടുന്നത് വരെ ഉള്ള എക്സാം എഴുതാൻ വേണ്ടുന്ന ഒരു ഫീസ് കുറച്ച് അടയ്ക്കണം. പക്ഷെ ലോൺ കിട്ടിക്കഴിയുമ്പോൾ അവരത് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ സ്റ്റക്കപ്പായി നിന്നു, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പം ഞാൻ ആൻറ്റിയെ മനസ്സിൽ, സത്യം പറയാം, ഞാൻ ആൻറ്റിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ കോളേജിൽ പ്രിൻസിപ്പളിനോട് സംസാരിച്ചത്. അവരൊരിക്കലും ഇങ്ങനൊരു കൺസിഡറേഷൻ കൊടുക്കില്ല, പക്ഷെ ഈ ഒരു പയ്യന് മാത്രം പറ്റുന്ന ഫീസ് കൊണ്ടുവന്ന് അടയ്ക്കാൻ പറയൂ, ഞാൻ എക്സാം എഴുതിക്കാം, ബാക്കി അവൻ്റെ ലോണ് കിട്ടുമ്പോൾ അവൻ കൊണ്ടുവന്ന് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ ഒരു വേർഡ് കേട്ടത് എനിക്ക് പറയാനും വേറെ ആരോടും, എനിക്കിതൊന്നും ഗ്രൂപ്പിൽ അപ്പോൾ ഇടാൻ തോന്നിയില്ല, എങ്ങനെ ഇടണമെന്ന് അറിയില്ല. ഞാൻ പത്മാനിയോടും ഉഷ ചേച്ചിയോടും പറഞ്ഞു. അവർ രണ്ടുപേരും ഞാനും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇന്ന് ആ പയ്യൻ്റെ ഫീസ് അടച്ച് നാളെ അവന് എക്സാം എഴുതാനും സാധിക്കും. അപ്പോൾ ഇതാണ് ആൻറ്റി കമ്മിറ്റ് ചെയ്തതിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു കമ്മിറ്റ്മെൻറ്റ്. അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ താൽക്കാലികമായിട്ടത് സോൾവ് ചെയ്തു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഞാൻ സംസാരിക്കാൻ ഞങ്ങളുടെ സെക്രട്ടറി ഉഷ ചേച്ചിയെ ക്ഷണിക്കുകയാണ്. പ്രസിഡന്റിന് വരാൻ സാധിക്കാത്തൊരു വളരെ
ശുഭചേച്ചിക്ക് വരാൻ സാധിക്കാത്തൊരു വലിയ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. ഹസ്ബൻഡിന് കുറച്ച് ബെഡ് റെസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഉഷ ചേച്ചിയെ സംസാരിക്കാൻ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2003 എൻ്റെ ഹസ്ബൻഡ് പ്രിമച്ചർ റിട്ടയർമെൻ്റ് എടുത്ത ആർമിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വന്നു. ആ സമയത്ത് ജയശ്രീ മധുസൂദന, അതായത് ശ്രീനിച്ചേട്ടൻ്റെ അനിയൻ്റെ വൈഫ്, ഉഷ തിരുവനന്തപുരത്ത് പോകും. പക്ഷെ അവിടെ ഇങ്ങനെ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. സ്പർശം എന്നൊക്കെ പറഞ്ഞ് ക്യാൻസർ പേഷ്യൻസ്. ഉഷയ്ക്ക് തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ പറ്റിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്നും പറഞ്ഞ് എനിക്ക് ലേഖ ചേച്ചിയുടെ നമ്പർ തരികയായിരുന്നു. ഞങ്ങൾ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലേഖ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു. ലേഖ ചേച്ചി ആദ്യം എന്നോട് പറഞ്ഞത് കരുണയിൽ മെമ്പർഷിപ്പ് എടുക്കും, കരുണയിൽ ചേരും എന്ന്. അന്ന് തുടങ്ങിയതാണ് ഞാൻ കരുണയുമായിട്ടുള്ള ബന്ധം, ലേഖ ചേച്ചിയായിട്ടുള്ള ബന്ധം. അത് ഇപ്പം ചേച്ചി പോയെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാനേ പറ്റുന്നില്ല. പിന്നെ കരുണയുമായിട്ട് നടക്കുമ്പോൾ ചേച്ചിയുടെ പ്രസൻസ് എല്ലാവരും എനിക്ക് ഫീൽ ചെയ്യും. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ കരുണ സോഷ്യൽ ഹോമിൽ പോയപ്പോൾ റോസ്മേരിയോടെ എനിക്ക് ചേച്ചി ഇല്ലാന്നൊരു തോന്നലില്ല. കാരണം എനിക്ക് അവിടെ ഫീൽ ചെയ്ത് ചേച്ചി അവിടെ ഉണ്ട്. ചേച്ചിയുടെ പ്രസൻസ് അവിടെ എല്ലായിടും ഉണ്ട്. അപ്പൊ ചേച്ചി തന്നെ നമുക്ക് ധൈര്യം തരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചേച്ചി ധൈര്യം തരും. ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് ചേച്ചിയുടെ കാര്യം എടുത്ത് പറയാനുള്ള ഒറ്റ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേച്ചി ഒരിക്കലും പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല. ഇന്ന് നമ്മൾ പത്രങ്ങളെടുത്ത് നോക്കുവാണെങ്കിലും എവിടെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കാണുന്ന ഒരു 5 രൂപ കൊടുക്കുമെങ്കിൽ അവർ 1000 രൂപ ചിലവാക്കി ആദ്യം പത്രക്കാരെ വിളിച്ച് അവരോട് പറയും നമ്മൾ ഇന്നത് ചെയ്യുന്നു. പണ്ട് കാലങ്ങളിൽ പറയുന്ന വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്, അല്ലെങ്കിൽ മറ്റു കൈ അറിയരുതെന്ന് പറയുന്ന പോലെ ആയിരുന്നു ചേച്ചിയുടെ എല്ലാ പ്രയത്നങ്ങളും. അപ്പോൾ ചേച്ചി ഒരിക്കലും അത് പത്രക്കാരെ വിളിച്ച് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സംഭാവന കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനായിട്ട് ഒരു പത്രസമ്മേളനം നടത്തുകയൊന്നും ഒരിക്കലും ചെയ്തില്ല. ഒരു പബ്ലിസിറ്റി ആഗ്രഹിക്കാതെ, അതായത് ഒന്നും ആഗ്രഹിക്കാതെ ഒരു തന്നെ സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. ആ ചേച്ചിയുടെ പാത നമുക്ക് എല്ലാവർക്കും പിന്തുടരണം. നമ്മളും ചേച്ചിയുടെ നല്ല ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കരുണയെ മുമ്പോട്ട് കൊണ്ടുവരണം. ചേച്ചി ഉണ്ടായിരുന്നപ്പോൾ കരുണയ്ക്ക് നൽകിയ ആ ഒരു സപ്പോർട്ട് അത് നിങ്ങളെല്ലാവരും കരുണയ്ക്ക് എപ്പോഴും നൽകണം എന്നും പ്രാർത്ഥിക്കുന്നു. ചേച്ചി വിഷ്ണുപാദം പൂജി അത്രയും നല്ല കാര്യം ചെയ്ത് അപ്പം അവിടെ ഭഗവാന്റെ അടുക്കൽ തന്നെ ലയിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം എല്ലാ പ്രണാമങ്ങളും, നന്ദി. അടുത്തത് ജയശ്രീ ആൻറ്റി. Dear friends, it's a lovely feeling being around, surrounded by all our dear friends, sharing memories of a great person who lived a great life, a wonderful life she lived, and has touched our lives, enriched our lives in many different ways. Hers had been a life wonderfully lived, and I think you'll agree with me when I say she was a very lucky lady to be surrounded by a lot of love. The person she'd been, she got the best of what she deserved, and it must be giving a lot of happiness and proud moments to her dear husband too. I sometimes remember having read a book, The Road Less Traveled by Scott M. Peck in the early 90s. I sometimes think she had a life like that, a road which was less traveled by many. I would like to keep my speech long. I'm just reminded of why you light a lamp is lit, not to be put under a basket,
but it's kept on a stool or a pedestal so that it gives light around to everybody there. So I wish and pray that all the lamps that our dear Lekha Chechi had lit keep shining forever, and may the good Lord keep her in eternal peace. Thank you. താങ്ക് യു ജയശ്രീ ആൻറ്റി. നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ഏതൊരു പുരുഷൻ്റെയും വിജയത്തിന് പിന്നിലൊരു സ്ത്രീയാണ്. അത് നമുക്ക് തിരിച്ചും പറയാം, സ്ത്രീയുടെ വിജയത്തിൻ്റെ പിന്നിലൊരു പുരുഷനുമാണ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു ലേഖ ആൻറ്റിയും അങ്കിളും. ഞാൻ ഈ അവസാന കാലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ രാവിലെ ഒരു 8 മണിക്കൊക്കെ ചെന്നാൽ കാണുന്നത് 2 പ്ലേറ്റ് ഡൈനിങ് ടേബിൾ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അങ്കിൾ ഇറങ്ങി വന്നിട്ട് അങ്കിൾ പോണതിന് മുമ്പ് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്കിളുടെ യാത്ര അയക്കാനാണ്. ആ സമയത്ത് ആൻറ്റി ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, വേറെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കില്ല. വരുന്ന ഫോൺ കോളെല്ലാം അല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. കാരണം അങ്കിൾ എപ്പോൾ വരണോ ആ സമയം തൊട്ട് ആൻറ്റിയുടെ ഫുൾ അറ്റൻഷൻ അങ്കിളിലേക്ക് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. പിന്നെ എനിക്കൊരു ഭാഗ്യമുണ്ടായിരുന്നത് അവരുടെ കോളേജ് ആ സമയത്തുണ്ടായിരുന്ന റൊമാൻസിനെ കുറിച്ച് കുറച്ചൊക്കെ എന്നോട് പറയും. അങ്ങനെ ഞങ്ങളിരുന്ന് ഒരുപാട് വർത്തമാനം പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്നേഹം ഭാര്യ ഭർത്താവ് എപ്പോഴും എല്ലാവരും പറയും പ്രണയം കല്യാണത്തോടു കൂടെ തീരും, പ്രണയിച്ചിരുന്നവർ കല്യാണം കഴിഞ്ഞാൽ അതോടെ തീരുന്നു. പക്ഷെ അവസാന ദിവസം വരെ ആൻറ്റി അങ്കിളിനെ പ്രണയിച്ചിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അങ്കിളുടെ സംസാരം കേൾക്കാൻ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ശ്രീനിവാസൻ അങ്കിളിനെ ക്ഷണിക്കുന്നു. I make a lot of speeches, but this is one speech I wish I never had to make, because to express your feelings about someone who lived with for 50 or 55 years is not easy. So I really thank you all for the lovely words I heard, and also all of you played a role in fulfilling her ambitions in many ways. Her ambition was to be like Mother Teresa, she always said. But it was not in terms of the extent of what she did, but in spirit. I think she felt that her kindred spirit was Mother Teresa. In fact, she was to visit us in Kenya. But 3 or 4 days before she was supposed to come to Kenya, she fell sick. And Sister Thirunal, who replaced her, came to Kenya. And I have never seen her as happy as she was at that time. So more than diplomacy, I think it was charity that made her what she is. When you travel around the world, you make friends, particularly diplomatic friends, but when you go back to that country after a few years, you will never see a single one of them, because they would also have moved on. But if you have friends everywhere in the world today, it's only because of Karuna, not because of my diplomatic life. So when Pandit Nehru said that this is the only profession which I get the service of 2 people for 1 salary, was really true. Because the kind of friendships that she was able to establish did not come about the scholarship of India or of being able to lie for your country as we are supposed to do. So what she did was thought was much more genuine than what I was doing, because she had no particular agenda in what she was doing. And charity was very much part of her. In fact, I did not know how much she was doing, because she would never tell me. But the astonishing experience I had was just a few days before she passed away. She called me to her side and said, please send 20,000 rupees to such and such a person.
I said, why? She needs the money. And I didn't sound very encouraging. So she called my sister-in-law and told her that, he doesn't seem to be keen to send this money. Can you send it and I'll pay you back? She was in the hospital, half unconscious. So it was something, a second nature to her wherever we went. And now any of these places where we serve, if you go there, we have a group of friends. We say much by helping others. It's really true. There is no better investment that you can do. Because even in Thirunal today, I know most of you because of Karuna Charities. And so I'd like to tell you that I have accepted the responsibility of the chairperson for a very short time, because it is something that I cannot really bring myself to do. But I assure you that as far as the other various chapters are concerned, maybe I am the only one who is known to them, so we will certainly continue to get their help and try to build Karuna even more. The other obsession she had was that she had to tell her story. She had never thought of writing, she never thought herself as a writer. Somehow in the last 2 years, she started feeling that she has to tell the world what she was and what the world was to her. And when she was alive, one night, one sentence came to my mind. Without thinking about it, the sentence came to my mind. Lekha gave her life to this book. Just like that. She was alive. And that is the first sentence I have written in the book. Lekha gave her life to this book. I did not know what impelled her to do that. But she struggled with it every moment because she wanted to be honest to the core, number one. And secondly, she didn't want to highlight what she had done. So in the process, she agonized over every word. And that's why it got extended to 2 years and still it was not finalized. So what I did was, from the day she passed away, the next 5 or 6 nights, I could not sleep, but I worked very hard. And I'm glad to tell you that the book is done. More or less the same way that she had left it, but it needed a kind of, what shall we say, a touching up as necessary, and the book is absolutely ready. And we will have a release sometime soon, whenever all of you are comfortable. And I think that is a contribution that she made. It's not the full story. There are only about 5 or 6 postings that is mentioned there, but there are many more left. But all of you will see your name or picture in it, I'm sure. So that was it was not her picture that she was interested in. So she dug a photograph. Tangam gave a lot of photographs to her. And it will remain, I think, as a kind of a record of what she did. I don't know whether she knew that she will not survive till the book comes out, but she was very much in a hurry to get it done. She was very impatient. All of you helped, I know, many of you here have helped her in various ways. But that was an exercise which I think brought out what she really was. So it's difficult to remember everything that has happened. But the last 2 years were very particularly touching because she did not want me to leave home at any time. In fact, you will be surprised to know that she thought the pandemic was a great blessing because I was not traveling for 3 years. And when we started traveling afterwards,
It was a struggle every time. Even if I was speaking to somebody on the phone and somebody suggesting that I should go somewhere, I should say. So that kind of premonition perhaps she had, that this might happen when I was not there. Other than that, she never spoke about death. Never spoke about what should be done afterwards. And that, whether it was confidence or lack of it, I don't know. But she was, in fact, a very special person, very simple, but very conscientious of everything that she did. And all of you know that. So, this is a celebration, this is not we are not mourning her. But from little Thiruvananthapuram to the rest of the world, she carried the same simplicity and the same Indianness. And that was what was appreciated, not any kind of show. So she was very helpful and friendly to people. And in that sense, my own career was a success because what she did without any show or without any kind of showmanship as it is. So Karuna is something which made her, and so I'm grateful to all of you. Not only here, all over the world, there have been several meetings where they have been remembering her. So let me once again say that we must make Karuna grow. We have seen how human beings can make a difference to the world. When she passed away, it was not the presence of the governor or the chief minister which struck me, but the number of people whom I had never seen will come there and tell me, how am I going to pay this fees of my son tomorrow? I said, well, this is an institution, this is not an individual, so don't worry. And that made them happy because it looked as though their lives ended. So in a way, I think what she has done may not be remembered forever, but certainly it made an impact. And I benefited from it because of the friendship that we have from you. This isn't a unique event because I've never seen the two princesses on one stage. Have you ever been? So that itself is very unique, and they have played a big role in our lives in so many different ways. So I'm particularly grateful to them also for being here and all of you. And I have been told the best way to survive the situation is to be more active. So I said, I'm already active, I'm going to become more active. So maybe that more active may be Karuna's work, I think. We may have to work together on that. And promise you for her sake that we will continue to work with Karuna and try to, what she wanted to do was to wipe the tear from every eye. I said that may not be possible, even Mahatma Gandhi could not do that. But even if you wipe one tear from one eye, it would be satisfying for us. Thank you very much. Thank you, Uncle. I think we are on the final conclusion part of the day. ലേഖാനിയുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കരുണയ്ക്ക് സ്വന്തമായിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാവുക എന്നുള്ളത്. വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും രണ്ട് വാക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയാം. ഞാൻ ഒരാളെ കൂടെ സംസാരിക്കാൻ വിളിക്കേണ്ട നീരത ഇടമറുകൾ. അതിനുശേഷം ആർക്കെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ പ്ലീസ് ഫോർവേഡ്. Distinguished princesses, Lekha
Lekhaji's husband, Ambassador Sreenivasan, and Karuna Charities officials. Just a while ago, Ambassador Sreenivasan said that we should be celebrating the fact that Lekha existed. I am here not to recount anything sad, but some happy moments that I had with Lekha ji. I am envious of each one of you here who shared a childhood with Lekha ji. Although we lived in the same city, I don't know how it was that I did not come across her in my school or college days in Trivandrum. But I was very happy that I came to know of her through my husband, Suresh. When he went to Kenya, Nairobi on some work or some meeting, he came back excitedly and spoke to me about Ambassador Sreenivasan. And I think while he was there, then itself he called me and said, I met a wonderful couple and they are not like other ambassadors, you have to meet them. And Lekha ji came on the phone and spoke to me, and I was completely taken aback. Who is this nice person who is so courteous to call me on the phone and talk to me? And when Suresh came back, he gave me a gift which Lekha ji had sent this unknown person in Delhi, and that was even more heartwarming and endearing. Then of course, in the course of our daily life and on many occasions in passing, Lekha ji and the Ambassador Sreenivasan came home, and a couple of things I want to share with you to show how exceptional Lekha ji was. On one occasion when they stayed with us, there was this huge function of Pravasi Bharatiya celebration in Delhi, and they politely invited me to accompany them, and I thought, that's just a politeness extended to me. I should judiciously keep myself away. And on the pretext of an evening walk, I ran out of the house thinking that by the time I come back, Lekha ji and Sreenivasan sir would have left. But when I came, I was shocked to find both of them waiting and Lekha ji telling me that you get ready, without him we are not going. I was so humbled and shocked, and I felt what a lady. And I felt bad that I had run out thinking that I am doing them a favor by not being a burden to them. Then on another occasion in New York, when again he went on some work, and we were staying in a hotel, and elder son Sri came with us into the hotel, and he found my suitcase open and things scattered. He just squatted on the floor and said, Auntie, I will pack up this for you. I was so surprised and shocked. And then I came and told Suresh, what a mother to have raised a boy like this. I think Lekha ji is really lucky to have a mother who would have trained this boy so well that he finds that any of mother's friends worthy enough to be treated in that way. And this is how I saw glimpses of her personality, her traits that, astounded me. And I was working in Kendriya Vidyalayas for many number of years, and during the last years of service, they give you a home posting if you are interested. So I took a home posting to Trivandrum and came, and the people who visited me from Delhi always had only one request, either to go to Kovalam or some other nearby beach area, Koilan. So it became my lot to arrange this kind of trips for officials coming from Delhi, the commissioner and the like. And surprisingly, when one of the commissioners came, he had a strange request. I thought he is going to name Kovalam, but he told no. It had been my ambition to see the Maharaja, so can you arrange? I was shocked. I am not a very big person around to call up the Maharaja and say somebody would like to see. So the first thought that came to me was, yes, Lekha ji would be able to help me. And Lekha ji promptly fixed a meeting. I think the Maharaja was recouping from some illness from the hospital nearby, but he gave an instant meeting. And I was lucky enough to accompany Lekha ji and this official commissioner of Kendriya Vidyalaya Sangadan. And such luck, and Lekha ji arranged this, and the next day she also arranged a visit to the distinguished princess in the palace also. And yet another incident is some regional office KV official came and said he has to go to the Padmanabha temple.
So again, I had to request Lekha ji, and this official was lucky enough to get a very close, darshan of the deity. And to our surprise, he stood there and recited Sanskrit slokas very loudly, and his eyes were streaming, with tears. And then, he looked at Lekha ji as if she was a goddess incarnate. And he immediately took out after that his mobile and informed his father that, I have been lucky today. I could stand in the sanctum sanctorum and recite the slokas. And I could understand there was an exchange of excited talk. And Lekha ji was just watching that. And I thought at that instant that how many lives she has touched, and to bring this big boss of mine to ecstasy and, recite slokas. So she is also an instrument of God to give such a worship possible for this gentleman. And then I was thinking also that when she wrote that book and the manuscript came to me, it was yet another fascinating aspect of her humility, quiet dignity, nothing pompous in that book, no showing off or drawing the attention of the reader to the fact that she is the first lady representing the country, and some of the gaffes that she described just opens out your mind to know the dignity and the quiet dignity and the simplicity, disarming simplicity of this individual. During all those times, I felt that I was really lucky that such a person touched my life, and I knew what it was to be full of dignity and humility at the same time. And of course, as somebody said, if you went to visit her and you felt that maybe she is not very well, but not once will she give you a list of complaints of aches or pains or anything. She will behave as if this is something very minor and you don't need to be uncomfortable about it. And she will make you sit on the bed and she will ask you about your work, your writing, your children, and no reference to her. It made me feel very strange to be in the presence of someone, because I am a person who would start whining away at the smallest thing to tell them that, okay, this is hurting me, that is it. But it was a kind of an eye-opener to me, how people can be dignified even when they are ailing and sick. And I was also lucky to travel with her to the book release of Divya here, and the way throughout she was like very cheerful and trying to talk to you, although I felt she sometimes had breathing difficulties. So in a way, I think I want to celebrate that I knew such a person who was so full of charity, dignity, poise, and she would never boast about any of her qualities of a dancer and artist. Every time I looked at the painting, Mother Teresa, etc., when I visited their house, I would wonder, what kind of a total personality she is, and how lucky Ambassador Sreenivasan is to have such a consort who is, who leaves everybody in a trance, that there are people, you have one quality and today people are willing to proclaim it to the world, and as somebody said, take photos in the newspaper, etc. But here is someone who had a repertoire of qualities and graces and lived with it humbly. And there are moments when you suddenly feel that, okay, it is a loss, but at the same time, I feel that the corners of my mind has had an elevation through knowing Lekha ji, and I wish to remember the good things that I saw in her with voice and prayers. Thank you. Thank you, ma'am. Shailaja. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ പേരും ലേഖ ചേച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളും
അവരുടെ വിഷമങ്ങളും സന്തോഷവും എല്ലാം പങ്കുവച്ചു. എനിക്ക് വളരെ കുറച്ച് നാളുകൾ എന്ന് വെച്ചാൽ ഒരു 10 വർഷത്തിന് ഇപ്പുറം വെച്ചിട്ട് മാത്രമാണ് ലേഖ ചേച്ചിയുമായിട്ടുള്ള അടുപ്പം തുടങ്ങിയത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള വിമൻസ് കോളേജ് അലുമിന എന്ന ഒരു സംഘടന, അതിൻ്റെ പാറ്റേൺ നമ്മുടെ പൂയം തിരുനാൾ ഗൗരി പാർവതിബായി തമ്പുരാട്ടിയാണ്. തമ്പുരാട്ടി 98 അബുദാബിയിൽ വന്ന് തുടങ്ങിയ ഈ സംഘടന കേരളത്തിൻ്റെ 14 ജില്ലകളിൽ 25 വർഷമായിട്ട് ചാരിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തലപ്പത്ത് 14 വർഷത്തോളം പ്രസിഡൻ്റായിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ആ ഒരു ചാരിറ്റി വർക്കിൻ്റെ പുറകിലാണ് ലേഖ ചേച്ചി ഇത്തരം ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചേച്ചിയോട് കൂടുതൽ അടുക്കാനും അത്രത്തോളം ആ വ്യക്തിത്വത്തെ എനിക്ക് റെസ്പെക്റ്റ് ചെയ്യാനും സാധിച്ചത്. പക്ഷേ ഇത്ര ചെറിയ കാലയളവിനുള്ളിൽ എന്നെ ഇത്രയേറെ ചേർത്ത് പിടിച്ച ചേച്ചിയോട് എനിക്ക് ഇത്രത്തോളം ഒരു ആരാധനയും റെസ്പെക്റ്റും തോന്നുന്നു എങ്കിൽ ഇത്രയേറെ പഴക്കവും ഇത്ര വർഷങ്ങളായിട്ടുള്ള അടുപ്പമുള്ള നിങ്ങളുടെ എല്ലാ ഫീലിങ്സ് എന്തായിരിക്കും? ഈ ഒരു പ്രായത്തിൽ ചേച്ചി നമ്മളോടൊക്കെ ബൈ പറഞ്ഞു പോകേണ്ടതായിരുന്നില്ല. എന്നാൽ ഇത്രയേറെ ആൾക്കാർക്ക് കൈത്താങ്ങായി നിന്നതുകൊണ്ട് ദൈവത്തിന് വളരെയേറെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും ചേച്ചിയെ ഇത്ര പെട്ടെന്ന് ദൈവം കൂട്ടിക്കൊണ്ടുപോയത്. ആ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ്. ചേച്ചിയുടെ ആത്മാവിന് മുമ്പിൽ കണ്ണീരിൽ കുതിർന്ന പ്രണാമം. നമ്മൾ കൺക്ലൂഷൻ പാർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് റോസ്മേരിക്ക് ഒരു 2 വാക്ക് പറയണം. നമുക്ക് റോസ്മേരി എന്ന് പറയുമ്പോൾ കരുണയുടെ ഒരു നെടുംതൂണാണ്. റോസ്മേരി ഒരിക്കലും സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു റോസ്മേരിക്ക് 2 വാക്ക് പറയാം. ഇവിടെ വന്ന് നിൽക്കരുത്. நாம ஒரு அனாதியாயிட்டு நாங்கள் ரேகம் எடுத்தோம். அடியில் வந்து எத்தனை வருஷம் எங்களுக்கு 6 பெந்துக்கள் யாரும் இல்லை. கேரளாவில் எந்த விதமான சொந்தங்கள் யாரும் இல்லை. கருணாலும் மேடம் எனக்கு ஜோடியாகி கொடுத்து மாத்திரம் இல்லை, அத்திரத்தோட சிநேகமாயி, அளவில்லாத சிநேகமாயி, தெய்வத்துக்கு நான் தெய்வத்தோட ஒப்ப அடிப்பு இருக்கிறவங்களான சிநேகமாயி, 27 வருஷக்காலமாயிட்டு கஞ்சி கொடுக்குற அனாதையாயிட்டு வர ஒவ்வொருவருக்கும் பாவப்பட்டவர், கேன்சர் ரோகிய பாவப்பட்டவர்கள் எல்லாத்துக்கும் இருக்கிற இடம் திறக்கி கொடுத்து அவருக்கு 3 பிராசம் ஆகாரம் கொடுத்து, அது மாத்திரம் இல்லை, மெடிக்கல் காலேஜில் கஞ்சி கொடுக்கறதுக்கான 15 கிலோ கஞ்சி நல்லோல எலிச்சேரி வச்சு அச்சாறு எல்லாம் வச்சு ரோஸ்மேரி 15 கிலோ கஞ்சி வச்சு நல்லா எல்லாருக்கும் கொடுக்கணும். கஞ்சி முடக்காத அடிச்சக்குள்ள வியாழச்சக்குள்ள பாவங்களுக்கு கொடுக்கணும். மேடம் என் ஒவ்வொரு நன்மையை மாத்திரம்தான். என் மேடம் எனக்கு படிப்பிச்சு கொடுத்தது மாத்திரம் இல்லை, ആ പുണ്യ പ്രവൃത്തി ചെയ്യാൻ ആ വിശുദ്ധനായം എന്റെ പൊണ്ണു മേഡം മരിച്ചിട്ടില്ല. ஒவ்வொரு இதயத்திலையும் இதயங்களில நம்ம மேடம் எங்களோடு கூட தன்னை இருக்கு. கேன்சர் ரோகி 1 வயசு குட்டி மடியில எடுத்து வச்சு லாளாட்டுனானா எங்க மேடம் எனக்கு கருணால சைக்கியம் பட்டில. ஆறும் பிந்துக்களே இல்லாத ஆளுகளா ആ ക്യാൻസർ രോഗികളെ എടുത്തു വെച്ച് താളാട്ട് പാടി അവர்களுக்கு பால் തിളപ്പിച്ചിട്ടുള്ള കുട്ടികൾ வாயில கொடுக்குறான ആ പുണ്യ ആ മേടത്തെ ആ സ്നേഹത്തെ நான் கண்டு തന്നെ நான் நன்மையில இത്രே தூரம் ആ കരുണാല പുണ്യം പൂർത്തി செய்ய എന്റെ മേഡം எனக்கு സ്നേഹം തന്നത്, ആത്മാവുള്ള സ്നേഹം തന്നതാ. മേഡമാ நான் കണ്ടിട്ട് ഇല്ലാதവ കരുണാല സ്നേഹം കൊണ്ട് മാത്രം പുണ്യം പൂർത്തി ചെയ്യ മാത്രമാ ആ മേഡത്തെ പുണ്യം ചെയ്യണ ആ മേഡത്തെ തൊട്ടവള് വന്നതാ. ആ പ്രവൃത്തി കണ്ടപ്പോ എന്നെ തന്നെ ഞാൻ മറന്നു. അവിടെ